അസ്സലാമു അലൈക്കും. രണ്ട് സൂറത്തുകളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. സൂറത്തുൽ അങ്കബൂത്ത്, അതുപോലെ സൂറത്തുൽ റൂം. 29, 30 സൂറത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് ഉണ്ട് നോക്കാം. വളരെയധികം അലസതയുള്ള ആളുകളാണെങ്കിൽ, മടി പിടിച്ചിരിക്കുക, ഒന്നിനൊരു ഉത്സാഹമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ ഒരല്പം വെള്ളം എടുത്ത് മന്ത്രിച്ചിട്ട് നിങ്ങൾ ദിവസേന കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മടി, ക്ഷീണം, അലസത എല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ പനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാരീരികമായ വേദനകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സൂറത്തിനെ ഓതിയിട്ട് ദേഹം മുഴുവനും ഓതി തടവുക. അതുപോലെ തന്നെ സിഹ്റുണ്ട്, മറ്റുള്ളവർ നമുക്ക് ചെയ്തതായാലും ശരി, കണ്ണേറ്, പിരാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സൂറത്തിലെ 17, 18, 19, 20 എന്നീ ഈ 4 ആയത്തുകളെ സ്ഥിരമായിട്ട് നിങ്ങൾ ഓതി വരികയാണെങ്കിൽ എത്ര വലിയ വേദനകളാണെങ്കിലും, സിഹ്റാണെങ്കിലും, കണ്ണീറാണെങ്കിലും അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ സൂറത്ത് റൂമിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാം. ഇപ്പോൾ സ്വത്ത് പോയി നമുക്ക് തിരികെ കിട്ടൂല. അതുപോലെ നമ്മളെന്തൊക്കെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ട് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമ്മളെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിൽ, സൂറത്ത് റൂമിലെ 17ാമത്തെ ആയത്തിനെ അധികമായിട്ട് നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതൊക്കെ തിരികെ നിങ്ങളെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോയ പല പാപങ്ങളും പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിലെ 17, 18, 19, 20 എന്നീ ആയത്തുകളെ അധികം മോദിയാൽ പാപം പുറത്ത് കിട്ടും. വീണ്ടും ആ ചിന്ത ഒരിക്കൽ നിങ്ങൾക്കുണ്ടാവരുത്. ചെയ്തു പോയ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതെ പശ്ചാത്തപിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ഒരു സൂറത്ത് നിങ്ങൾ ദിവസേന എടുത്ത് ചോദുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും പുറത്തു തരുന്നതായിരിക്കും.